രാവിലെ ഞാൻ ബോഗൺവില്ലയൊക്കെ നോക്കിയും കൂടി ഇരുന്നപ്പോഴാട്ടെ നമ്മുടെ മീൻകാരൻ ചേട്ടൻ വന്നത്. ഉണക്കമീൻ കൊണ്ടുതന്നെ ചേട്ടനാട്ടത്. അപ്പോൾ ഈ ചേട്ടൻ എല്ലാ ഞായറാഴ്ചയല്ല, ഒന്നരാടം ഞായറാഴ്ചകളിലാണ് വന്നത്. അപ്പോൾ ഞാൻ ഈ ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് മീൻ വാങ്ങുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉണക്കമീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ കടകളിൽ നിന്നൊന്നും അങ്ങനെ വാങ്ങാറില്ല കേട്ടോ. അപ്പോൾ ഈ ചേട്ടൻ ഓരോ പ്രാവശ്യവും ഓരോ ടൈപ്പാണ് കൊണ്ടുവരാറ്. എപ്പോഴും ഒരേ ടൈപ്പ് ഉണ്ടാവാറില്ല. ഇന്ന് മുള്ളനുണ്ട്, പിന്നെ പൊളിച്ച മീനുണ്ട്, നങ്കുണ്ട്. എനിക്കാണെങ്കിൽ പൊളിച്ച മീനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ചേട്ടൻ പൊളിച്ച മീൻ കൊണ്ടുവരാറില്ല കേട്ടോ. അപ്പോൾ ഇന്നാണ് കുറേ ദിവസത്തിൽ പൊളിച്ച മീൻ കൊണ്ടുവന്നത്. അങ്ങനെ ഞാൻ പൊളിച്ച മീനാണ് വാങ്ങിച്ചത്. അങ്ങനെ വലിയ റേറ്റൊന്നുമില്ല കേട്ടോ. എന്തായാലും ഈ മീൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല ഫ്രഷ് ആണെന്ന് പറയാം. അതുകൊണ്ടാണ് ഈ ചേട്ടൻ നിന്ന് തന്നെ വാങ്ങുന്നത്. അപ്പോൾ ഈ ചേട്ടൻ എന്തായാലും നമ്മൾ വാങ്ങുന്നത് കൊണ്ട് വീട്ടിൽ വന്ന് ബെല്ലടിക്കാറുണ്ട് കേട്ടോ. അപ്പോഴാണ് ഓർക്കുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഉണക്കമീനൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് അങ്ങോട്ട് ക്ലീൻ ചെയ്തെന്ന് വെച്ചാൽ വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്യാറില്ല, കട്ട് ചെയ്ത് വയ്ക്കും. അങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ എന്താണ് അതേ മഴ പെയ്യാൻ പോകുന്നു. നമ്മുടെ തുണിയാണ് ഈ മുറ്റത്ത് കിടക്കാണല്ലോ. എന്നാൽ പിന്നെ അതെടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അത് എടുക്കാൻ പോയതാണ് കേട്ടോ. നല്ല മഴ ദിവസമാണല്ലോ. അപ്പോൾ അത് എല്ലാ മീനുകളും നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കാണ്ട് അതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞ് എല്ലാവരും കഷ്ണമാക്കിയിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ. ഉണക്കമീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. നമുക്ക് എപ്പോഴും കൈമയാവില്ല കേട്ടോ. അപ്പോൾ അത് തലയും വാലൊക്കെ കളഞ്ഞ് പിന്നെ ചെതമ്പലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചാൽ മതി. കഴുകി വയ്ക്കരുത് കേട്ടോ. കഴുകി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എപ്പോഴും ഉണക്കമീൻ എടുക്കണില്ലല്ലോ. ഒരു 2-3 ദിവസമൊക്കെ കൂടുമ്പോഴാണ് ഞാൻ എടുക്കാറ്. എപ്പോഴും ഒന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ. അപ്പോൾ നമുക്കത് എടുക്കാൻ നേരത്ത് കഴുകി വെച്ചാൽ മതി. കഴുകി നമുക്ക് പൊരിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനതെല്ലാം കട്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ വെള്ളം നനയ്ക്കണ്ട കേട്ടോ. അല്ലാതെ തലയും വാലങ്ങളും ചെതമ്പലൊക്കെ കളഞ്ഞ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പണി എളുപ്പമുണ്ട്. പിന്നെ എപ്പോഴും ഇതുമായിട്ട് പണിയാൻ നിൽക്കണ്ടല്ലോ. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ എൻ്റെ എല്ലാ മീനുകളും ഞാൻ കട്ട് ചെയ്ത് വച്ചിട്ടാ ഏകദേശം എല്ലാം കട്ട് ചെയ്യലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു മീനും കൂടി ഉള്ളൂ. അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കഴിഞ്ഞിട്ടാണ്. കാര്യം നല്ല പണി ഉണ്ട്. അതിൻ്റെ ഇടക്കാണ് ഇത് വന്നേക്കുന്നത്. എന്നാലും ഞാനതങ്ങോട്ട് കയ്യോടെ അതങ്ങോട്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ പിന്നെ അതവിടെ അങ്ങോട്ട് കിടക്കും. ഇതെന്ത് മീനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. മീനിൻ്റെ പേരൊന്നും ഞാൻ ചോദിച്ചില്ല കേട്ടോ. ചോദിച്ചില്ല എന്നല്ല, പൊളിച്ച മീൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പൊളിച്ച മീൻ തന്നെ ഒരു 2-3 ടൈപ്പൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇത് പൊളിച്ച മീൻ എന്ന് പറഞ്ഞാണ് തന്നത്. പിന്നെ അങ്ങനെ വലിയ ചെതമ്പലൊന്നുമില്ല കേട്ടോ. ചെതമ്പലുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെതമ്പൽ കളഞ്ഞിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. ഈ കട്ട് ചെയ്ത് കളഞ്ഞ് രണ്ടാമത് ചെതമ്പൽ കളയൽ നല്ലൊരു പണിയാണ്. ഞാൻ നോക്കിയപ്പോൾ വലിയ ചെതമ്പൽ ഉണ്ടായില്ല. അതുകൊണ്ടാണ് കളയാണ്ടിരുന്നത്. പിന്നെ ഞാൻ ലാസ്റ്റ് വെറുതെ ഒന്ന് ഉറച്ച് നോക്കിയതാണ് ഉണ്ടോയെന്ന് അറിയാം. പക്ഷേ വലിയ കാര്യമായിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഏകദേശം കട്ടയിലൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നല്ലൊരു ടിന്നെടുത്ത് അങ്ങോട്ട് അടച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില്ല പിന്നെ നമുക്ക് പണി എളുപ്പം എന്ന് പറഞ്ഞാൽ പോരാ, പണി എളുപ്പമാണ്. നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ഉണക്കമീൻ ഉള്ളിയില്ലെങ്കിൽ ഉണ്ടല്ല, നമുക്കതൊരു ഉമ്മേനില്ലാത്തൊരു ഇതായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ എന്തായാലും ആ ചേട്ടൻ വരും ഉണക്കമീൻ മേടിച്ച് വച്ചേക്കും. കാരണം ഡെയിലി നമുക്ക് ഉണക്കമീൻ ഇല്ലെങ്കിലും ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു ഉണക്കമീൻ കിട്ടണം. എപ്പോഴും പച്ചമീൻ തിന്നുമ്പോൾ ഇടയ്ക്കൊരു ഉണക്കമീൻ കിട്ടിയാലും ഒരു രസമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ മേടിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വച്ചേക്കും. ഇടയ്ക്കിടയ്ക്കൊന്ന് നുള്ളാൻ വേണ്ടി വേണമല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഗൈസ്? ഇങ്ങനെയാണോ?